നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സമയം 3:30. അക്കുച്ചേട്ടനെ കാണുന്നില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? അക്കുച്ചേട്ടൻ വഴക്ക് പറയോ? വഴക്ക് പറഞ്ഞാലും സാരില്ല, വിളിച്ചു നോക്കാം. അതിങ്ങോട്ട് വെച്ചോ. ഹലോ, പറയ്. അക്കുച്ചേട്ടാ, സമയം 3:30. അറിയാം. ഇത് പറയാനാണോ നീ വിളിച്ചേ? അത് അക്കുച്ചേട്ടാ. ഹലോ ഹലോ, ലൈനിലുണ്ടോ? ആ ഉണ്ട് അക്കുച്ചേട്ടാ. എന്നാ വിളിച്ച കാര്യം പറയ്. അക്കുച്ചേട്ടൻ എപ്പോ വരും? വർക്ക് കഴിഞ്ഞു വരും. അത് ഇനി വർക്ക് എപ്പ തീരുമെന്ന് ചോദിക്കണ്ട, എനിക്കറിയില്ല. അക്കുച്ചേട്ടാ, എന്താ ഞാൻ നുണ പറഞ്ഞ് എറണാകുളത്തേക്ക് പോയിട്ടുണ്ടാവുന്നാണോ നീ വിചാരിക്കുന്നത്? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് വിളിച്ചതല്ല. അക്കുച്ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് വിളിച്ചതാ. അക്കുച്ചേട്ടന് സംശയം തോന്നിയതിൽ ഞാൻ എന്ത് ചെയ്യാനാ? നിർത്തിക്കോ, ഞാൻ ഇവിടെ ഡിപ്രഷൻ അടിച്ച് നിൽക്കുക. അതിനിടയിൽ ഓരോരോ തലവേദനകൾ. അക്കുച്ചേട്ടൻ എന്തായി പറയുന്നത്? ഞാൻ നിന്നെ പറഞ്ഞതല്ല, എന്റെ കാര്യം പറഞ്ഞതാ. നീ ഫോൺ കട്ട് ചെയ്ത് പോവാൻ നോക്ക്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോലി തീർക്കാൻ നോക്ക്. വേണ്ട, നിങ്ങൾ ജോലി തീർക്കാൻ നോക്ക്. എല്ലാം മാറ്റിയല്ലോ. മാറ്റി. ഞങ്ങൾ വിട്ടോട്ടെ സാറേ. ഹോസ്പിറ്റലിൽ പോണം, വെച്ചോണ്ടിരിക്കല്ലേ? വേണ്ട, ഞാൻ പൊയ്ക്കോളാം, നിങ്ങൾ പൊയ്ക്കോ. എന്നാ ശരി സാറേ, പോട്ടെ.
അമ്മേ. അക്കുച്ചേട്ടാ എന്ത് പറ്റിയേ? ഒന്നുമില്ല. ഒരു ബോർഡെടുത്ത് മാറ്റിയപ്പോ അതിന്റെ എഡ്ജ് കൊണ്ട് കാലൊന്ന് മുറിഞ്ഞു. സൂക്ഷിക്കണ്ടേ അക്കുച്ചേട്ടാ? അത് സാരമില്ല. നീ എന്താ ഉറങ്ങാതിരുന്നേ? ഉറക്കം വന്നില്ല അക്കുച്ചേട്ടാ. അതെന്താ ഉറക്കം വരാത്തെ? രാത്രി അക്കുച്ചേട്ടൻ പോയിട്ട് കാണാതായപ്പോ എന്താന്നറിയാതെ വിഷമിച്ചു പോയി. പിന്നെ എങ്ങനെ എനിക്ക് ഉറക്കം വരാനാ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വർക്ക് കഴിഞ്ഞിട്ട് വരാന്ന്. അപ്പൊ നിനക്ക് കിടന്നുകൂടായിരുന്നോ? സാരമില്ല അക്കുച്ചേട്ടാ. ഒരു രാത്രി ഉറങ്ങിയില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഞാൻ മാത്രല്ലല്ലോ, അക്കുച്ചേട്ടനും ഉറങ്ങിയിട്ടില്ലല്ലോ. അതെനിക്ക് വർക്ക് ഉള്ളോണ്ടല്ലേ. അതുപോലെയാണോ നീ? നിനക്ക് ഉറങ്ങാലോ. അക്കുച്ചേട്ടൻ വരാതെ ചുമ്മാ കിടന്നാ എനിക്ക് ഉറക്കം വരില്ല. അല്ല, കൂടെ ജോലിക്കാരുണ്ടായിരുന്നല്ലേ. പിന്നിങ്ങനെ അക്കുച്ചേട്ടന്റെ കാല് മുറിഞ്ഞേ. ദേ കാലൊന്ന് കാണിച്ച് നോക്കട്ടെ. കാണിക്കേ. അയ്യോ അയ്യോ, അക്കുച്ചേട്ടന് നല്ല മുറിവുണ്ടല്ലോ. ചെറിയ മുറിവ, പെട്ടെന്ന് ഉണങ്ങിക്കോളും. അക്കുച്ചേട്ടന് തോന്നുന്നതാ. നല്ല ആഴത്തിലുള്ള മുറിവുണ്ട്. വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ആ ചീഫ് എഞ്ചിനീയർ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഒരു മനസാക്ഷി ഇല്ലാതെ അക്കുച്ചേട്ടനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാന്നാ. ഞാനൊരു ദിവസം അവരെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചോണം. നീയൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. എന്റെ ജോലി പോവും. പിന്നെ ചീഫ് എഞ്ചിനീയർ കാരണമല്ല, എന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാ എന്റെ കാല് മുറിഞ്ഞത്. അക്കുച്ചേട്ടൻ സംസാരിച്ച് നിൽക്കാതെ വന്നേ. വാ, കാലിന് മരുന്ന് വെച്ചുതരാം. അതൊന്നും വേണ്ട. ഒന്നും പറഞ്ഞാൽ ശരിയാവില്ല. അക്കുച്ചേട്ടൻ വന്നേ. പതുക്കെ. ശ്ശോ. അമ്മേ. അമ്മേ. അക്കുച്ചേട്ടൻ ഇവിടെ ഇരിക്കേ. ഞാൻ ഈ മരുന്നെടുത്തിട്ട് വരാം. വേണ്ട, നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് കിടക്കട്ടെ. ഒന്ന് പറയുന്ന കേക്ക് അക്കുച്ചേട്ടാ. മരുന്ന് വെക്കാതെ കിടക്കണ്ട. ഞാൻ മരുന്നെടുത്തിട്ട് ഇപ്പൊ പെട്ടെന്ന് വരാം.